ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കേട്ടിട്ട് മലയാളത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ബ എന്ന അക്ഷരം ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് പറയുന്നത്. അല്ലേ, ബ എന്ന അക്ഷര വിഭാഗങ്ങൾ മലയാളത്തിൻ്റെ ഗ്രാമറിൽ കഴിഞ്ഞ 2 പരീക്ഷയ്ക്കും കണ്ടുവന്ന ചോദ്യങ്ങളായിരുന്നു ഈ ഒരു ചോദ്യം. അപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്കും ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആരും ആൻസർ ചെയ്യാതിരിക്കരുത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ബ എന്ന അക്ഷരം ഏത് വിഭാഗത്തിൽ വരുന്നു? അപ്പോൾ അക്ഷര വിഭാഗങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് നോക്കാം. ദന്ത്യം, താലവ്യം, ഓഷ്ട്യം, കണ്ഡ്യം, വസ്യം, മൂർധന്യം. ഓക്കെ, ഓർഡർ വെച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഖണ്ഡ്യം, താലവ്യം, ദന്ത്യം, ഓഷ്ട്യം, വസ്യം, മൂർധന്യം അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മൾ പ്രധാനമായിട്ട് ഇത്രയും ഇതിൻ്റെ പേരുകൾ ഇത്രയും നോക്കണം. ദന്ത്യം, താലവ്യം, ഓഷ്ട്യം, കണ്ഡ്യം, വസ്യം, മൂർധന്യം പ്രധാനപ്പെട്ട അക്ഷര വിഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ആദ്യം നമുക്ക് കണ്ഡ്യം നോക്കാം. ഇവിടെ കണ്ഡ്യം വിഭാഗത്തിൽ വരുന്നതാണ് ഖ, ഖ, ഗ, ങ, ആ. അപ്പോൾ ഖ, ഖ, ഗ, ങ, ആ ഈ അക്ഷരങ്ങളാണ് കണ്ഡ്യം വിഭാഗത്തിൽ വരുന്നത്. ക എന്ന് ഓർത്താൽ മതി. അപ്പോൾ കായ്ക്ക, ഗായ്ക്ക, ങ്ങായ്ക്കകത്ത് ഇഖ ഇല്ല, ക, ഇഖ, ഗ ഉണ്ട്. പിന്നെ ങ്ങായും പിന്നെ ആയും വരുന്നു. അതാണ് കണ്ഡ്യത്തിൽ വരുന്നത്. അടുത്ത് നോക്കുവാണെങ്കിൽ താലവ്യം എന്ന് കേൾക്കുമ്പോൾ താ കയറി ഇട്ട് താഴ്ത്തതായെന്നൊന്നും വിചാരിക്കരുത്. താലവ്യത്തിൽ താഴ്ത്തതായെന്ന് വരത്തില്ല. ഓക്കെ, ഇവിടെ വരുന്നത് താലവ്യത്തിൽ വരുന്നതാണ് ച, ച, ജ, ച, ഞ, പിന്നെ ഈ, ഷ, യ. അപ്പം താലവ്യത്തിൽ വരുന്നത് ചായ്ച്ച, ചായ്ച്ച, ഞയ്ക്ക എല്ലാ അക്ഷരങ്ങളും വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ 3 അക്ഷരം വരുന്നുണ്ട്. ഏതാ? ഈയും, ഷായും, യായും. ഓക്കെ, ഈ, ഷ, യ എന്ന് പറയുന്ന 3 അക്ഷരങ്ങളും. അടുത്തത് വരുവാണെങ്കിൽ മൂർധന്യത്തിൽ വരുന്നതാണ് ഠ, ഠ, ഡ, ഠ. ണ വരത്തില്ലേ? ഠ, ഠ, ഡ, ഠ വന്നിട്ട് റ്, ഷ, റുയും ഷായും. ഓക്കെ, മൂർധന്യം എന്ന് പറയുന്ന അക്ഷരവിഭാഗത്തിൽ വരുന്നതാണ് ഠ, ഠ, ഡ, ഠ, പിന്നെ റ, റ്, ഷ. നെക്സ്റ്റ് വരുവാണെങ്കിൽ ദന്ത്യത്തിലാണ് ദ എന്ന് ഓർത്താൽ മതി കേട്ടോ. ദന്ത്യത്തിലാണ് തായ്ത്ത, ദായ്ത്ത, ന വരുന്നത്. തായ്ത്ത, ദായ്ത്ത 4 അക്ഷരങ്ങളെല്ലാം വരുന്നത് ദന്ത്യാക്ഷര വിഭാഗത്തിലാണ്. നെക്സ്റ്റ് ആണ് ഓഷ്ട്യാക്ഷരം. പ, ഫ, ബ, ഫ ഇല്ല, മ, ഉ, വ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ബ എന്ന അക്ഷരം ഏത് വിഭാഗത്തിൽ വരുന്നു? അതുപോലെ ഓഷ്ട്യാക്ഷര വിഭാഗത്തിലാണ് വരുന്നത് കേട്ടോ. ആൻസർ ഓഷ്ട്യാക്ഷരം എന്നായിരുന്നു. അപ്പോൾ ഓഷ്ട്യാക്ഷര വിഭാഗത്തിൽ വരുന്ന മറ്റക്ഷരങ്ങളാണ് പായ്, ഫ, ബ, ഇഫ വരത്തില്ല, മ, പിന്നെ ഊയും വായും കൂടെ വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് വിഭാഗമാണ് വസ്യം എന്ന് പറയുന്ന അക്ഷരവിഭാഗത്തിൽ വരുന്നതാണ് ര, ല, ര, ട. ര, ല, ര, ട ഈ അക്ഷരങ്ങളിത്രയും വസ്യം എന്ന് പറയുന്ന അക്ഷരവിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട അക്ഷരവിഭാഗങ്ങളും വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങളും. അപ്പോൾ ഇത് എഴുതിയെടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലൂ നിങ്ങൾക്കൊന്ന് ഓർത്ത് നോക്കാം. കായ്ക്ക, ഗായ്ക്ക എന്ന് ഓർത്താൽ മതി. പിന്നെ അടുത്ത നമുക്കറിയാം കായ്ക്ക, ഗായ്ക്ക ഒരു ഓർഡർ ഉണ്ടല്ലോ, കച്ചട്ട, തപ്പ. അപ്പോൾ അത് വെച്ചാൽ മതി. അതിനുശേഷം വരുന്നത് താലവ്യമാണ്. താലവ്യത്തിലാണ് ചായ്ച്ച, ജായ്ച്ച ഞാൻ വരുന്നത്. അതിൻ്റെ അകത്ത് കൂടാതെ ഈഷ, യായും കൂടെ വരും. അതും കൂടെ ഒന്ന് ഓർത്ത് നോക്കുക. അതിനുശേഷം മൂർധന്യമാണ് ടായ്റ്റ, ഡായ്ഠ, പിന്നെ റ്, ഷായും കൂടെ വരും. പിന്നെ ദന്ത്യത്തിലാണ് തായ്ത്ത, ദായ്ത്തന. പിന്നെ വസ്യത്തിലാണ് ഴ, ല, ര, ട. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട അക്ഷരവിഭാഗങ്ങളും അക്ഷരങ്ങളും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കുക. അടുത്ത കേട്ടിട്ട് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും പ്രയോജനകരമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.